ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ഡിഫൻഡറിൻ്റെ ഒരു ഓഫ് റോഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓഫ് റോഡ് ചെയ്ത് നമ്മുടെ പജേറോ എടുത്തിട്ടാണ്. ബട്ട് ഇന്ന് നമ്മൾ ഓഫ് റോഡ് പോണത് ഡിഫൻഡറും കൊണ്ടാണ്. എടുപ്പ് വണ്ടിയില്ല ഡിഫൻഡറിൻ്റെ. എന്തായാലും നമുക്ക് ഓഫ് റോഡിനായിട്ട് നമുക്ക് പോയേക്കാം. ഞാൻ മെയിൻലി ഓഫ് റോഡ് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അന്ന് പോയ സ്ഥലത്തേക്ക് തന്നെയാണ് ഇന്നും പോകേണ്ടത്. അല്ലാണ്ട് ഇച്ചിരി കൂടി ഓഫ് റോഡ് കുഴിയും കാര്യങ്ങളൊന്നുമില്ല ഉള്ള ഒരു സ്ഥലം എനിക്ക് അറിയില്ല. എനിക്ക് നിലവിൽ ആ സ്ഥലം മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോണത്. അവിടെ എനിക്ക് അത്യാവശ്യം നല്ല കുഴിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് തന്നെ. എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് എന്തായിരിക്കും വണ്ടിയുടെ അവസ്ഥ, അടി തട്ടോ അതിനൊന്നും അറിയില്ല. എന്തായാലും ചെളിയാവുമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. വേറെ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. എന്തായാലും ഇവിടുന്ന് റൈറ്റ് പിടിച്ച് പോവാം. റൈറ്റിലേക്കാണ് കളിക്കേണ്ടത്. ഇന്ന് വണ്ടിക്കൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചേക്കാല്ലേ ഞാൻ. ഓക്കെ, എന്തായാലും നമ്മൾ റിലീസായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കയറ്റം കയറിയൊക്കെ ചിലപ്പോൾ കയറുള്ളൂ. ഓക്കെ ഗൈസ്, എന്തായാലും കയറ്റവും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് കയറണത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചാട്ടങ്ങളൊക്കെ മറികടന്ന് നമുക്ക് ആ ഡെസ്റ്റിനേഷനിലെത്തി ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചു പോകാൻ, അതാണ് ലക്ഷ്യം. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് പോയാം. ഓക്കെ, ഇതേ പോണു. ഇപ്പം തന്നെ നമ്മളൊരു കല്ലും കൊണ്ട് പോയേനെ. നമ്മൾ തിരിച്ചേനെ എന്തോ ഒരു ഭാഗ്യത്തിന് അതിൻ്റെ മുകളിൽ കൂടി കയറി. എന്തായാലും നമ്മുടെ വണ്ടിയുടെ അടിയും കാര്യങ്ങളൊക്കെ തട്ടുന്നുണ്ട്. ഇവിടെ പജേറോ ആണെങ്കിൽ പവർ കുറവാണെങ്കിലും ഓഫ് റോഡിന് പറ്റിയ വണ്ടി തന്നെയാണ്. പവർ ഞാൻ അതിൽ അത്ര കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് കൊടുക്കണം എന്തായാലും. പക്ഷേ ഈ ഡിഫൻഡർ എന്ന് പറയണത് പവർ കൂടുതലാണ്. ബട്ട് ഡിഫൻഡറിന് പറ്റിയ ഒരു ഇതല്ല. ഞാനിപ്പോൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ താഴ്ത്തിയാണ് ഞാൻ വെച്ചേക്കണത്. എന്തായാലും നമുക്ക് അത് സെറ്റാക്കി അത് മേളിക്കാക്കിയാൽ തന്നെ ലുക്ക് അങ്ങോട്ട് പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഇരിക്കുന്ന ഒരു സൈസ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കുന്നുണ്ട്. നമ്മുടെ പജേറോക്ക് ആണെങ്കിൽ നല്ല രീതിക്ക് ടയറും കാര്യങ്ങളൊക്കെ വലുതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് പോകാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. ഡിഫൻഡറിന് അങ്ങനെ ചെയ്താൽ ലുക്ക് അങ്ങോട്ട് പോകും, അതാണ് സീൻ. പക്ഷെ ഞാൻ ഈ ഓഫ് റോഡ് ടയർ തന്നെയാണ് ഈ ഡിഫൻഡറിനും പജേർക്കൊക്കെ വെച്ചേക്കണത്. എന്തായാലും പിന്നെ മടി തട്ടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഇറങ്ങി കയറ്റം കയറുമ്പോൾ അടി തട്ടും. എന്തായാലും നമുക്ക് പതുക്കെ ഇറക്കി വെക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഞാൻ ഇപ്പോൾ ഒരു ദിവസം 2-3 വീഡിയോസ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ 5 ദിവസം തിരക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും കാര്യമൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ എന്തായാലും ഞാനിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാനായിപ്പോൾ നോക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 2ാമത്തെ വീഡിയോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. 2ാമത്തെ വീഡിയോ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക്
എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടണം. ഇനിയും ഉണ്ട് ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വിടണം വീട്ടിലേക്ക്. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിടാം. എന്തായാലും നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം അമ്മാതിരി തട്ടലാണ് തട്ടിയത്. ഓ ഗായ്സ്, നമ്മുടെ ബമ്പറിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്ക് സെറ്റാക്കാം. എന്തായാലും നമുക്ക് ഇനി വേറെ വല്ല എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടോ പൊളിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഈ സൈഡിലൊരു ഇത് കാണുന്നുണ്ട്, അത് ഇടിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ബാക്കിലും ആ സൈഡിൽ അത്ര കുഴപ്പമില്ല, പിന്നെ സൈഡിലും അത്ര കുഴപ്പമില്ല. ചെളി കാര്യങ്ങളൊക്കെ പിടിച്ചെന്നുള്ളൂ, വേറെ സീനൊന്നുമില്ല. ഈ സൈഡിലും കുഴപ്പമില്ല. ഫ്രണ്ടിൽ ആ ഫ്രണ്ട് ബമ്പറിൻ്റെ ആ ഒരു ഗ്രില്ലുള്ള ഭാഗത്ത് അവിടെയാണ് സീൻ പറ്റിയത്. ഇപ്പം എന്തായാലും നമുക്ക് ഡ്രോൺ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് കറക്റ്റ് ഒരു പോസ് കിട്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. എന്തായാലും കറക്റ്റ് ഒരു പോസ് ഇവിടെ സെറ്റാക്കണം. ഇവിടെ നല്ലൊരു രീതിക്ക് തന്നെ ആക്കണം. അതായത് തംബ്നെയിലിടാനുള്ളതാണ് ഈ പോസ്. ഇത് വേണ്ട, താഴ്ത്തുനിന്ന് എടുത്ത് കൊടുക്കാം. അതൊരു ഭംഗിന്ന് തോന്നുന്നു. അതെല്ലാം നമുക്ക് നോക്കാം. ഇത് മതിയാവോ? ഇത് മതിയാവില്ലേ? എന്തായാലും ഇത് ഇവിടെ നിന്ന് ഒരു ക്ലിക്ക് അടിക്കാം. ഓക്കെ, സെറ്റ്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു പോസ്റ്റിൽ അങ്ങോട്ട് ഫോട്ടോ എടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകണം. ഇപ്പം എന്തായാലും ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കണമല്ലോ, അവിടെ എന്തെങ്കിലും സീനുണ്ടോ എന്ന് അറിയണം. ഇവിടെ അത്ര സീനില്ല. ഇവിടെ സീനില്ല. അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. ഇപ്പം എന്തായാലും വേറെ കുഴപ്പമൊന്നും വണ്ടിക്ക് കാണുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം. അങ്ങോട്ടല്ലേ വണ്ടി ഇരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു റോഡ്, ഞാൻ കണ്ടില്ല. ഇപ്പം എന്തായാലും ഇപ്പോൾ തന്നെ തലയടിച്ച് വീണാൽ. ഓക്കെ ഉണ്ട്. ഇത് മറ്റൊരു വ്യൂവിലിടാം, ഡൈനാമിക്. എന്തായാലും UI ഒക്കെ ഹൈഡ് ചെയ്യാം. വണ്ടിയുടെ ഒരു പോക്ക് നോക്കുന്നത് നല്ലൊരു പോക്ക് തന്നെയാണ് പോകണേ. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്നും ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കായിരുന്നതിൽ ഇപ്പോൾ പറന്നേനെ വിടുന്നു. അമ്മാതിരി സ്പീഡിലായിരുന്നു ഞാൻ ഇത് സെറ്റാക്കി കൊടുത്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.